2013 പോളണ്ടിലെ ലെഗ്നിസായിൽ വിശുദ്ധ ഹൈസിന്റെ മധ്യസ്ഥയിലുള്ള ദേവാലയത്തിൽ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് വൈദികന്റെ കരങ്ങളിൽ നിന്ന് താഴെപ്പോയ ഈശോയുടെ ശരീരമാകുന്ന അപ്പം ലയിപ്പിക്കാനായി അവർ വെള്ളത്തിലേക്ക് മാറ്റിവെച്ചു. പിന്നീട് 2 ആഴ്ചകൾക്ക് ശേഷം അത് ലയിച്ചു എന്ന് നോക്കുവാനായി വൈദികർ അത് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ അകത്തുണ്ടായിരുന്നത് വെറും ഒരു അപ്പമല്ല, അത് രക്തമായി മാറിയിരിക്കുന്നു. അവർ അതിനെ പലവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ അത് ഒരു ഫംഗസോ ബാക്ടീരിയയോ അല്ല എന്ന് കണ്ടെത്തി, മറിച്ച് ഒരു ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഗമാണെന്നാണ്. പിന്നീട് 2 സയന്റിസ്റ്റുകൾ ഇപ്രകാരം പറയുകയാണ്. ആ സയന്റിസ്റ്റുകൾ പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് ഒരു ഫംഗസോ ബാക്ടീരിയയോ മൂലം ഉണ്ടായതല്ല, മറിച്ച് ഇതൊരു ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഗമാണ്. പിന്നീട് കൂടുതൽ പഠനത്തിനായി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചപ്പോൾ അവിടുത്തെ പ്രൊഫസറായിരുന്ന ഇക്കല്ലെ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ കഠിനമായ വേദന സഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഗം കിട്ടിയത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പങ്കുചേരുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഉണ്ടെന്ന പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ.